നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയാണ്. ഒരുപക്ഷെ ആ സിനിമ നൽകുന്ന സന്ദേശത്തിന്റെ പൊരുളിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ വരികയാണ്. നിങ്ങളും ചിന്തിച്ചു നോക്കണം. ഒരു 4-5 ആഴ്ചകൾക്കും അതിനു മുന്നേ ഒരു സിനിമ കടന്നുപോയി, നടൻ എന്ന് പറയുന്ന സിനിമ. ഈ കൊല്ലം പ്രദേശമാകെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നൊരു സിനിമയാണ്. ഞാൻ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ മാറുന്ന മലയാളിയുടെ മനസ്സിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ആ സിനിമ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുന്നേ കടന്നുപോയിട്ടുള്ള ഒരു വലിയ സാംസ്കാരിക പ്രസ്ഥാനമുണ്ട്, നാടക പ്രസ്ഥാനമുണ്ട്. ഈ കേരളത്തെയും ഈ സമൂഹത്തെയും നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത പച്ചയായ മനുഷ്യൻ നമ്മുടെ മുന്നിലെ അമ്പലപ്പറമ്പുകളിലും ഒരുപക്ഷെ അവന് അനുവദിച്ച് നൽകിയിട്ടുള്ള കഥാപാത്രത്തെ നമ്മുടെ മുന്നിൽ അഭിനയിച്ച് തീരുമ്പോൾ അവന്റെ വീടിന്റെ കൂരകളിൽ കരയുന്ന വേദനിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളുടെ അടുപ്പിൽ തീ പുകയുന്നതിന് വേണ്ടി വൈകിട്ട് കിട്ടുന്ന നാടകം അഭിനയിച്ച് തീരുമ്പോൾ കിട്ടുന്ന 100-150 രൂപ ഉറക്കൊഴിഞ്ഞ് കിട്ടുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന വയറിന്റെ വലിപ്പവുമായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോ അമ്മയോ ഉണ്ടെന്നുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ആ നാടകകല ഇന്ന് നാട്ടിൽ നിന്ന് മരിച്ചുപോയ കലയുടെ നന്മയെ പൊതുസമൂഹത്തിൽ പടർത്താൻ വേണ്ടി ഒരുപക്ഷെ സിനിമ കണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും നന്മ അല്പം പോലും നഷ്ടപ്പെടാത്ത മനുഷ്യനുണ്ടെങ്കിൽ വല്ലാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരും എന്നുള്ള നിലയിലാണ് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഒരുപക്ഷെ ആ സിനിമയ്ക്ക് ഒരാഴ്ചക്ക് പോലും നിന്നില്ല. കാര്യം നമ്മുടെ മനസ്സ് അത്ര ദുർബലമാണ്. നമ്മൾ അതിനെയൊന്നും പഴയതിന്റെ നന്മകൾ ഉൾക്കൊള്ളാൻ കഴിയത്തക്ക മനസ്സ് പരുവപ്പെടുന്നില്ല. നമ്മുടെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ചില ചിന്തകൾ ആ ജൽപ്പനങ്ങളുടെ പിറകെ പോയ കാലത്തിന്റെ എല്ലാ നന്മകളും മരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സിൽ മാറിക്കൊണ്ടിരിക്കുക. മറിച്ച് എല്ലാ കഴിഞ്ഞ കാലങ്ങളിലെയും നന്മകളുടെ കൂടി ഉറവിടമായി നമ്മുടെ മനസ്സിനെ മാറ്റുകയും അത് വർത്തമാനകാലത്തിന്റെ നമ്മുടെ ഇന്ന് വർത്തമാനത്തിലുള്ള കരുത്തിനെ കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു നല്ല ഭാവി രൂപപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ നന്മകൾ കാണാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വേദനിക്കുന്നവരോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന മാനസികാവസ്ഥയുള്ളവരായി മാറ്റപ്പെടുകയും ചെയ്യുന്നത് പ്രധാനമാണ്. നമുക്കറിയാം, ഒരു ഏത്തപ്പഴത്തെ സംബന്ധിച്ച് ഇപ്പം ഞാൻ കഴിഞ്ഞ മൗലവിമാരുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളപ്പോഴാണ് ഈ മദ്രസ അധ്യാപകരുടെ ജില്ലാതലത്തിലൊരു യോഗത്തിൽ തന്നെ എന്നെ വിളിച്ചു. ഞാനപ്പോൾ അവരോട് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ. നിങ്ങൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നന്മയെ അല്ലെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ ഒരുപക്ഷെ ഈ സമൂഹത്തിന് വരച്ചു കാട്ടിയിട്ടുള്ള ഒത്തിരി നന്മകളുണ്ട്. എല്ലാ മതങ്ങളിലും ബാല്യങ്ങളെ സംബന്ധിച്ച് ഉയർത്തിക്കുന്ന കാണുന്നു. ശ്രീകൃഷ്ണനെ പോലും അവതരിപ്പിക്കുമ്പോൾ ബാല്യത്തിൽ അതുകൊണ്ട് യേശുക്രിസ്തു ഈ ബാല്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് അവിടെ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം അവരോട് പറഞ്ഞു. ഒരു ഏത്തക്കായെ സംബന്ധിച്ചെടുത്ത് പഠിപ്പിക്കുമ്പോൾ ഏത്തക്കായിൽ അടങ്ങിയിട്ടുള്ള പോഷകമൂല്യങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കും. പുസ്തകത്തിൽ ഏത്തക്കായിൽ അടങ്ങിയിട്ടുള്ള ഇന്ന പോഷകമൂല്യങ്ങളാണ് ഇന്നതാണ് എന്ന് ആണയിട്ട് ആ ടീച്ചർ പഠിപ്പിക്കും. അത് കുഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. പോഷകമൂല്യമുള്ള ഏത്തപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഓടും, അമ്മയോട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ അച്ഛനോട് ആവശ്യപ്പെടും, വാങ്ങിച്ച് കഴിക്കും. പക്ഷേ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു കാരണവശാലും അടുത്തിരിക്കുന്ന കുഞ്ഞെ നിങ്ങളത് വാങ്ങിച്ച് കഴിച്ചാൽ അടുത്തിരിക്കുന്ന കുട്ടി വിശന്നിരിക്കുകയാണെങ്കിൽ ആ ഏത്തപ്പഴത്തിന്റെ പകുതി അവനുകൂടി കൊടുക്കണമെന്ന് പഠിപ്പിക്കാൻ പുസ്തകത്തിലില്ലാത്തതുകൊണ്ട് പഠിപ്പിക്കാൻ അധ്യാപകർ തയ്യാറാകത്തില്ല. അതുകൂടി പഠിപ്പിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മഹത്തായിട്ടുള്ള അമ്മയാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അമ്മയ്ക്ക് മാത്രമേ ഇത് പഠിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വയോധികരായിട്ടുള്ള നമ്മുടെ അപ്പനോ അപ്പൂപ്പനോ അമ്മൂമ്മമാർക്കോ കഴിയുള്ളൂ. അതുകൊണ്ട് പോയ കാലത്ത് നന്മകളെ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ആ നന്മകളോട് പറഞ്ഞ് മനസ്സിലാക്കി വേദനിക്കുന്നതോടൊപ്പം ഹൃദയം ചേർത്ത് വെക്കാൻ കഴിയാത്ത നിലയിൽ അവർ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അവരെ സ്വാധീനിക്കുന്ന ചിന്തകൾ ഒരുപാട് വരുമ്പോൾ ഇതുകൂടി മനസ്സിലാക്കി അവർ നല്ല കുഞ്ഞുങ്ങളായി സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ ഫലം തരുന്ന വൃക്ഷങ്ങൾ ചാഞ്ഞ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്കലിൽ നിൽക്കുന്ന പോലെ അവർ ഫലം പുറപ്പെടുവിക്കാൻ എത്തുന്ന ഘട്ടം എത്തുമ്പോൾ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ അനുഭവിക്കാൻ കഴിയത്തക്ക നിലയിൽ ഫലം പുറപ്പെടുവിക്കാൻ എത്തുന്ന ഘട്ടം എത്തുമ്പോൾ അവരെ മാറ്റി തീർക്കാൻ കഴിയത്തക്ക പ്രക്രിയയായി ഈ വിദ്യാഭ്യാസ പ്രക്രിയയെ ക്രമപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ നമ്മളെല്ലാവരുടെ ചേരുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിന് കഴിയത്തക്ക നിലയിൽ ഈ പ്രവർത്തനങ്ങളാകെ നടക്കട്ടെ. തീർച്ചയായിട്ടും ഈ സംരംഭത്തിൽ ക്ഷണിച്ചിട്ടുള്ള പ്രിൻസിപ്പൽ അച്ഛനോടും ഇതിന്റെ ചുമതലക്കാരായിട്ടുള്ള മറ്റ് സഹവൈദ്യരോടുമെല്ലാം എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Special guest for the day to enhance the occasion by rendering the inaugural address and declare the 34th annual day celebration open. Over to you, dear sir. Dear Chair, revered dignitaries, dear teachers, dear parents, and my dear students. In this glorious moment, first and foremost, I must thank my God who has given me this golden opportunity to stand before you, and for His never-ending grace and mercy that could make miracles in my life and has made me to stand before you in this pleasant occasion. I am really proud and honored to be here in this institution which boasts the glory of achievements. I extend my sincere gratitude to the principal and the vice principal for inviting me to this occasion. Today we have gathered here
to be the part of the annual day celebration of St. Vincent's, a jewel which has enhanced the grandeur and glory of Keralapuram and increased the great fortune of our children. It is said that when we dream alone, it's only a dream, but when many together, it's the beginning of a reality. Yes, this night, this carnival is the reality originated from the dreams of youth, the staff and students of St. Vincent's. To start with, I would like to invoke the goddess of wisdom, who enlightened our knowledge and mesmerized our spirit and intellect with splendid blessings. You might have heard the story of Bhima in Mahabharata. Bhima felt elated by the sight of the rare flowers in the garden of Lord Kubera. On seeing the aspiring birds in this school, who were awaiting to be honored with praises and gifts, I am reminded of Bhima, who felt rejoiced to achieve his mission. I take this opportunity to salute all the teachers of this institution and parents who have guided, guarded and groomed their students to enter to this achievement. I once again congratulate all the teachers of this institution who have converted their classrooms into heaven. And this institution, which has molded great personalities, great geniuses throughout its functioning years. I exhort all students to follow the knowledge like a singing star and always strive to seek and not to yield. Dear friends, with this humble words and humble request, I inaugurate the 34th annual day celebration of your school. Thank you. Thank you, dear sir, for rendering the inaugural address. May I request you once again, sir, to award the ICSE toppers and teachers for the academic year 2012-13. For Indian School Certificate, Kerala region honors the top scorer of the state level students every year. As a token of encouragement and appreciation, a cash prize of Rs 1,000 is awarded to Jitu Mall for being the topper of St. Vincent ICSE School. The following students had topped the ICSE public exam for the academic year 2012-13. English, Ashna Francis with 94 marks. Chitimol has topped in 4 subjects: Malayalam, Science, History, Geography and Mathematics. Lintamol has topped in 2 subjects: History, Geography and Economic Applications. History, Geography, Jinsi with 94 marks. Hindi, Gautam Roy with 86 marks. Malayalam, R.S. Boban with 96 marks. All teachers in whose subjects students have scored 95% and above in the ICSE Public Exam 2012-13 will get a cash award of Rs 1,000 as an appreciation of their merit. English, Mrs. Heyman Christie. Malayalam, Mrs. Sujariyo. Economic Application, Mr. Vinod Kumar. Mathematics, Mrs. Reshmi, Mrs. Jessie. Science, Mrs. Prida Anil, Mrs. Vrinda Kumari, Mrs. Rehana. The teachers whose subject is students scored 100 marks get a special cash prize of Rs 1,000. Mr. Vinod Kumar gets the prize for economic application. Mrs. Jessie gets the prize for mathematics.
for giving away the prizes. Congrats to all the winners. Our school honors its students for outstanding performances in sports as well as cultural categories. May I request Reverend Father George Machaguri, Parish Priest, Megharani Church, Keralapuram, to give away some of these special prizes. Recently, Gauri A of Class 8C represented our school at the Cultural Fest conducted at the All Kerala ICC Association held at Thrissur. She came second in Malayalam poem recitation at All Kerala level. St. Vincent's ICC School congratulates Gauri with a memento and cash award of Rs 501. Rashna Nazir of 4th B came third at the Kollam Revenue Jilla Amateur Athletics as a member of the relay team. Rashna Nazir became the all-round champion at sub-jilla level. She came first in 50-meter running, 100-meter running, long jump and 400-meter relay. St. Vincent ICC School appreciates Rashna's efforts with a memento and a cash award of Rs 501. A series of cultural competitions were held this year at St. Vincent's at inter-house level and the emerging winner is Greenhouse. May I call upon the captain of the Greenhouse, Agildev and vice captain are free to receive the rolling trophy for inter-house cultural competition. Let's give a big hand for Greenhouse. And once again, Greenhouse tops this year's inter-house sports competitions. And once again, Agildev and Afri, captain and vice captain of Greenhouse, will receive the rolling trophy for inter-house sports competition. Let's give a big hand for Greenhouse. Love and appreciation for our dignitaries who are not a step less than the other. We wish to honor them in a befitting manner that well becomes them. And who else would most befit the role other than our own dearest principal, Reverend Father Martin? Yes, the principal will now present the mementos to our guests. The District Educational Officer of Kollam, Mr. K.I. Lal. Come on, clap. The Provincial Superior of the Southern Indian Province, Matthew on CM. Reverend Father Matthew on CM. Reverend Father Paul Parakil. Mr. S.L. Sajikumar, the Standing Committee Chairman for Education. And our Dance Master, Mr. Ramesh. Thank you, Father. I now invite Indrajit and Pranav to render the vote of thanks. The sun has gone, and so to bed must I. All is well that ends well. With mixed feelings of sadness and happiness, one might ask, why so? Sad because the day has come to a close. Happy because God blessed this day to be one of the most memorable in the history of St. Vincent's. I feel honored to express my gratitude to all those who deserve to be thanked. First and foremost, I would like to express my gratitude to our very special guest, Sri K. Lal, the District Educational Officer, Kollam, for having kept aside his numerous engagements to be with us. Thank you so much, sir, for being with us here today. Next, I would like to thank our Provincial Superior for Southern Indian Province, Reverend Father Matthew Onat, who kindly consented to be here in spite of his busy schedule. For the first time in the history of St. Vincent's, the whole administration of Southern Indian Province is here. Thank you, Father, for being here and your esteemed presence. I wish to thank our beloved principal, Reverend Father Earth Marlin, whose untiring efforts, organizing and planning gave way to yet another successful annual day. Every minute detail was meticulously looked into, which led to a memorable end.
Thank you, dear Father, for your exemplary leadership. I express my sincere thanks to all Reverend Fathers, Reverend Sisters and other dignitaries from every walk of life who are present here today. Thank you all for your kind concern and wholehearted participation. I am pleased to express my heartfelt gratitude to our parents, teachers, non-teaching staff and students, former and present, who have contributed to the success of this program in the best way possible. A special word of thanks to Mr. Ramesh, who had taken the pains to present a wonderful and colorful pageant for all of us. Thanks to the technicians, electricians, photographers, videographers, publishers, our school dance master, dance teacher, music teacher, band master and band girls. Once again, I thank you all with best wishes for the year 2014. Hope you have a wonderful weekend. I shall not be taking much of your time. Yeah, I know you are all eagerly waiting to enjoy and watch our colorful cultural program. Until next year, it's goodbye from St. Vincent's family. To the close of the official part of today's program, don't you think it's time for us to have a sign of relief and relax it? A magic box is about to open and pull you into a land of color and wonder. A cultural fiesta is about to begin. May I request our honorable dignitaries seated on the stage to kindly step down and occupy the seat set apart right in front of the stage. Privileged to welcome you all once again to the 31st School Anniversary Celebration 2014. Among the dignitaries, I feel proud to welcome Sri K. Lal, District Educational Officer, Kollam, who is our special guest, graced this occasion with his noble presence. A warm welcome to you, dear Father, with immense pleasure. I welcome all our dear Reverend Fathers, especially our beloved and esteemed Principal, Reverend Father S. Malling CM, our Vice Principal, Reverend Father Johnson Jacob CM, our Parish Priest, Reverend Father George Machukuri CM, and to all our dear Fathers who are here today, a most cordial welcome to you, dear Fathers who are here today, a most cordial welcome to you, dear Fathers. I sincerely welcome all our dear Reverend Sisters, parents, teachers, non-teaching staff and our students. Without you all the day would lack itself. Hope all of you will enjoy the forthcoming event. We anticipate your cooperation and suggestion in the days to come. Once again, we welcome you all to the colorful cultural gala night. With a pleasing way, you welcomed everyone. Dance had been a form of worship much before civilization spread its roots far and wide. All religious books have upheld dance as a means to bring in elation to the soul that yearns for God's mercy. Let's feast our eyes on a prayer dance that is both ethereal and mystical. प्रभु येशुवे
പ്രേമസ്വരൂപ പ്രഭോ യേശുവേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ ഉയർത്തവൻ സർവാധിപനേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ ഉയർത്തവൻ സർവാധിപനേ യേശുവേ പ്രേമസ്വരൂപ പ്രഭോ യേശുവേ മേരിയിൽ നിന്നു നിജാതനായി ദാസനായി ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി മേരിയിൽ നിന്നു നിജാതനായി ദാസനായി ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ സ്തുതി പാടിടാം സ്തുതി പാടിടാം സ്തുതി പാടിടാം സ്തുതി പാടിടാം യേശുവേ പ്രേമസ്വരൂപ പ്രഭോ യേശുവേ Can you dance? I can. Can you sing? I can. Can you read? I can. Can you write? I can. Can you eat? I can. Can you drink? I can. Can you run? I can.
says move on back all day long. The baby on the bus says wah wah wah, wah wah wah, wah wah wah. The baby on the bus says wah 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 all day long. The mommy on the bus says shh, 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 shh. The mommy on the bus says all day long. The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round all day long. Dream of far